മുപ്പത്തിനാലാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ദാവീദ് എഴുതിയതായ ഈ വരികൾ എത്രയേറെ അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. ജീവിതത്തിലെ എല്ലാ സമയത്തും വലിയവനായ ദൈവത്തിന് നന്ദി പറയുവാൻ ഇടയാകുക എന്ന് പറയുന്നത് തീർച്ചയായും അസാധാരണമായ ഒരനുഭവമാണ്. ജീവിതം എന്ന് പറയുന്നത് എല്ലാ സമയത്തും സന്തോഷകരമാകണമെന്നില്ലല്ലോ. സങ്കടത്തിൻ്റെ സമയത്തും സന്തോഷത്തിൻ്റെ സമയത്തും എല്ലാം ഒരുപോലെ ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്കിടയാകുക എന്നാണ് ദാവീദ് അർത്ഥമാക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കർത്താവിന് നന്ദി പറയുവാൻ നമുക്കിടയാകണം. എന്നാൽ പലപ്പോഴും നമുക്കതിന് സാധിക്കാറില്ല. രോഗങ്ങളോ ക്ഷീണങ്ങളോ ഒക്കെ വരുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഒരു പക്ഷെങ്കിൽ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ദാവീദ് രാജാവ് പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും എന്നാണ്.
സന്തോഷത്തിൻ്റെ സമയത്തും സന്താപത്തിൻ്റെ സമയത്തും ഞെരുക്കത്തിൻ്റെ സമയത്തും നിരാശയുടെ സമയത്തും പരിശോധനയുടെ സമയത്തും എല്ലാം യഹോവയെ വാഴ്ത്തുവാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ, സ്തോത്രം ചെയ്യുവാൻ തനിക്ക് സാധിക്കുന്നു എന്ന് ദാവീദ് രാജാവ് തെളിയിക്കുകയാണ് ചെയ്തത്. തൻ്റെ ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിലൂടെ താനത് കാണിച്ചു കൊടുത്തു. ജീവിതത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിച്ച സമയത്തും ദാവീദ് ദൈവത്തിന് നന്ദി പറയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒരുങ്ങിയിട്ടുണ്ട്. ഫാനി ജെ ക്രോസ്ബി എന്ന് പറയുന്നതായ അമേരിക്കൻ വനിത ജനിച്ച് 6-ാമത്തെ ആഴ്ചയിൽ കാഴ്ച നഷ്ടപ്പെട്ടതായ സ്ത്രീയാണ്. അങ്ങനെ കാഴ്ച എന്താണെന്നോ തൻ്റെ ചുറ്റുപാടുമുള്ള ലോകം എന്താണെന്നോ അതിൻ്റെ യാതൊരു കാര്യങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ ആ സഹോദരി ഏകദേശം 8,000-ഓളം ഗാനങ്ങൾ എഴുതി ദൈവത്തെ മഹത്വപ്പെടുത്തിയതായ ഒരു മഹത് വനിതയാണ്. 8,000-ഓളം ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, എത്രമാത്രം അതിശയകരമായ ഒരു കാര്യമാണ് താൻ ചെയ്തത് എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. താൻ എഴുതിയ ഗാനങ്ങളെല്ലാം തന്നെ ആത്മീയ ലോകം പാടി ആനന്ദിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നതായ ഗാനങ്ങളാണ്. വരികൾ ഓരോന്നും എടുത്തു നോക്കിയാൽ ദൈവത്തിന് നന്ദി പറയുന്നതായ വരികളാണ്. ഉദാഹരണമായി ടു ഗോഡ് ബി ദ ഗ്ലോറി, ഗ്രേറ്റ് തിങ്സ് ഹി ഹാത്ത് ഡൺ എന്ന് തുടങ്ങുന്ന ഗാനം എത്രമാത്രം അനുഗ്രഹീതമായ വരികളാണ് അതിലുള്ളത്. ദൈവത്തിന് നന്ദി പറയുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഗാനങ്ങളാണ് താൻ എഴുതിയിട്ടുള്ള വരികളെല്ലാം എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതിലേറെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതായ ഒരു ഗാനം ബ്ലെസ്സഡ് അഷ്വറൻസ് എന്നുള്ളതായ ഇംഗ്ലീഷ് ഗാനമാണ്. യേശുവൻ സ്വന്തം ഹല്ലേലൂയ എന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതായ ആ ഗാനം, എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ എന്നുള്ളതായ വാക്കുകൾ നാം വായിക്കുമ്പോൾ, പാടുമ്പോൾ അതെഴുതിയ ആളിൻ്റെ ഭാഗ്യം എത്രമാത്രം വലുതാണ് എന്നൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. 2 കണ്ണുകൾക്കും കാഴ്ചയില്ലാതെ തപ്പിത്തടയുന്നതായ ആ യുവതി ജീവിതത്തിൽ പ്രകാശം എന്തെന്നൊരിക്കൽ പോലും നേരിട്ട് കാണുവാൻ സാധിക്കാതെ ഇരിക്കുന്നതായ, അതേപോലെ തന്നെ ചുറ്റുപാടുകളുള്ളതായ കാര്യങ്ങൾ ഒന്നും കാണുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിലിരിക്കുന്നതായ ആ യുവതി പറയുകയാണ്, യേശുവൻ സ്വന്തം ഹല്ലേലൂയ എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ. ജീവിതത്തിൽ ഒന്നും ഇന്നേ വരെ കണ്ടിട്ടില്ല. തൻ്റെ മാതാപിതാക്കളെ നേരിട്ട് കാണുവാൻ തനിക്ക് സാധിക്കുന്നില്ല. ചുറ്റുപാടുമുള്ളതായ യാതൊരു വസ്തുവകകളും കാണുവാൻ, എന്തിനേറെ പ്രകാശം കാണുവാൻ സാധിക്കാത്ത ആ സഹോദരി പറയുകയാണ്, യേശുവൻ സ്വന്തം ഹല്ലേലൂയ എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ. അതാണ് നാം രാവിലെ വായിച്ചതായ സങ്കീർത്തന ഭാഗത്തിൽ ദാവീദ് രാജാവ് ഉദ്ദേശിക്കുന്നത്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ജീവിതത്തിൻ്റെ ഏതൊരു അവസരത്തിലും കർത്താവിനെ വാഴ്ത്തി പുകഴ്ത്തുവാൻ, കർത്താവിന് നന്ദി പറയുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥയാണ്. ഫാനി ജെ ക്രോസ്ബി അതാണ് പറഞ്ഞത്. എൻ്റെ ഭാഗ്യം ചൊല്ലിക്കൂടാ, കാരണം കർത്താവ് എൻ്റെ സ്വന്തമാണ്. എൻ്റെ ജീവിതത്തിലെ മറ്റൊന്നും എനിക്കില്ല എങ്കിലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം കണ്ണിൻ്റെ കാഴ്ചശക്തി, അതെനിക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ പോലും എനിക്കതിനേക്കാൾ ഭാഗ്യാവസ്ഥ യേശു എൻ്റെ ജീവിതത്തിൽ സ്വന്തമായി തീർന്നിരിക്കുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ എന്നവർ പാടുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ആ ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ ഇടയാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് നൽകി തന്നിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. എന്നാൽ സന്തോഷത്തിൻ്റെയോ സന്താപത്തിൻ്റെയോ ഒക്കെ സമയത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് സാധിക്കുമോ പ്രിയമുള്ളവരെ? 2 കൈയും ഇല്ലാത്ത ജെസിക്ക കോക്സ് എന്ന് പറയുന്നതായ സഹോദരി ഫ്ലൈറ്റ് പറപ്പിക്കുന്ന ഒരു പൈലറ്റാണ്. ജനിച്ചു വീണത് തന്നെ 2 കൈകളും ഇല്ലാതെയാണ്. എന്നാൽ ആ 2 കൈകളും ഇല്ലാത്ത ആ സഹോദരി ഫ്ലൈറ്റ് പറപ്പിക്കുന്നത് എത്ര അനായാസമായിട്ടാണ് എന്നുള്ളത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന അവരുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 2 കാലുകൾ കൊണ്ടാണ് അവർ അതിനെ നിയന്ത്രിക്കുന്നത്. ദൈവം അവരുടെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുള്ളതായ ആ പരിമിതികളെ ദൈവം മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി കരയറ്റുന്ന ഒരു വനിതയാണ് ജെസിക്ക കോക്സ്. ഞാൻ ഏതാനും ചില നാളുകൾക്ക് മുൻപ്
എൻ്റെ ഈ മോർണിംഗ് മെസ്സേജിലൂടെ പറഞ്ഞിരുന്നതായ ഒരു കാര്യമാണ്. ചില ആളുകൾ ഒരുമിച്ച് ഒരു ടൗണിൽ നിന്നുകൊണ്ട് പാട്ട് പാടുന്നത് കാണുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത്. അവർ പാടി ആനന്ദിക്കുന്നതായ പാട്ട് എൻ ആനന്ദം സൊല്ലക്കൂടാതെ എന്നുള്ളതായ തമിഴ് ഗാനമാണ്. ആ പാട്ട് പാടുന്ന ആളുകളെ കാണുവാനായിട്ട് ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കുഷ്ഠരോഗികളായിട്ടുള്ള ആളുകളായിരുന്നു. അവരുടെ പലരുടെയും കൈവിരലുകൾ അറ്റുപോയതായ നിലയിലായിരുന്നു. കുഷ്ഠരോഗം ബാധിച്ച് കൈവിരലുകൾ അറ്റുപോയതായ ആ പ്രിയപ്പെട്ട സഹോദരന്മാർ, ചിലർ അന്ധരാണ്. എന്നാൽ അവർ അവരുടെ അറ്റുപോയ കൈവിരലുകളുള്ളതായ ആ കരങ്ങൾ കൊണ്ട് തബല വായിച്ചും ഹാർമോണിയം പ്ലേ ചെയ്തും അന്ധരായിട്ടുള്ളവർ കറുത്ത കണ്ണട ധരിച്ചുമൊക്കെ നിന്നുകൊണ്ട് ടൗണിൽ നിന്നുകൊണ്ട് ഉറക്കെ പാട്ട് പാടുകയാണ്. എന്ന ആനന്ദം സൊല്ലക്കൂടാതെ. പറഞ്ഞറിയിക്കാനാവാത്ത അവരുടെ ഹൃദയത്തിലെ സന്തോഷം അവർ തെരുക്കോണിൽ നിന്നുകൊണ്ട് വിളിച്ചു പാടുകയാണ്. കാരണം എന്താണ്? അവരുടെ ഹൃദയത്തിൽ കർത്താവ് നൽകുന്നതായ സന്തോഷം. അങ്ങനെ അംഗപരിമിതരായ ആളുകൾ, കാഴ്ച നഷ്ടപ്പെട്ടു പോയതായ അന്ധർ, രണ്ട് കൈകളും ഇല്ലാത്തതായ ആളുകൾ, അതേപോലെ തന്നെ കുഷ്ഠരോഗം ബാധിച്ച് കൈവിരലുകളൊക്കെ അറ്റുപോയ ഏറ്റവും വല്ലാത്ത ദുസ്ഥിതിയിലൂടെ കടന്നു പോകുന്ന ഈ ആളുകളൊക്കെ ഹൃദയത്തിലെ സന്തോഷം കൊണ്ട് അവർ പാട്ടുപാടുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും അവർ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. എന്നാൽ പലപ്പോഴും പ്രിയമുള്ളവരെ, യാതൊരു കുഴപ്പവുമില്ലാത്ത, അംഗവിഹീനരല്ലാത്ത, മറ്റ് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാത്ത, ജീവിതത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്ന എത്ര പേർക്ക് എല്ലാ സമയത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്നുണ്ട്? ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? പലപ്പോഴും നാം ദൈവത്തോട് പിറുപിറുക്കാറില്ലേ? ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാഹചര്യങ്ങൾ നമുക്ക് എതിരായി വരുമ്പോഴോ, സന്തോഷകരമല്ലാത്ത സാഹചര്യങ്ങൾ നാം നേരിടുമ്പോഴോ ഒക്കെ നാം ദൈവത്തോട് പിറുപിറുക്കുകയാണ്. എന്നാൽ നാം നോക്കി പഠിക്കേണ്ടുന്നതായ ഒരു കാര്യം, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എതിരായി നിൽക്കുമ്പോഴും, എല്ലാം പ്രതികൂലമാകുന്ന സമയത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, അത്രമാത്രം ഹൃദയത്തിൽ സന്തോഷം അനുഭവിക്കുന്ന, വിശ്വാസ ജീവിതം നയിക്കുന്ന ദൈവമക്കളെ നോക്കുമ്പോഴാണ് നാം എത്രമാത്രം പിന്നിലാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് രാവിലെ വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലാം. കർത്താവെ, അവിടുന്ന് ചെയ്തിട്ടുള്ള എല്ലാ ഉപകാരങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവ് നൽകി തന്നിട്ടുള്ളതായ ആരോഗ്യത്തിനായി, ആയുസ്സിനായി, കർത്താവ് നൽകി തന്നിട്ടുള്ളതായ കുടുംബത്തിനായി, ദൈവം നൽകി തന്നിട്ടുള്ളതായ ഉപജീവന മാർഗങ്ങൾക്കായി, ദൈവം നൽകി തന്നിട്ടുള്ളതായ ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങൾക്കായി, ദൈവം നൽകി തന്നിട്ടുള്ളതായ ആത്മീയമായ പ്രചോദനങ്ങൾക്കായി, ദൈവം നൽകി തന്നിട്ടുള്ളതായ എല്ലാ നന്മകൾക്കുമായി ഇന്ന് രാവിലെ നമുക്ക് നന്ദി പറയാം. ഒരുപക്ഷെ നാം മനസ്സിൽ വിചാരിക്കുന്ന പ്രതികൂലങ്ങളെക്കാൾ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങളെക്കാൾ ഉപരിയായി ദൈവം നൽകി തന്നിട്ടുള്ളതായ നന്മകളും അനുഗ്രഹങ്ങളും കാണുമ്പോൾ നാം അനുഭവിക്കുന്നതായ ചെറിയ ചെറിയ പരിമിതികൾ എത്രമാത്രം നിസ്സാരമാണ് എന്ന് കാണുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് രാവിലെ ദാവീദ് രാജാവിനോട് ചേർന്ന് നമുക്കും പറയാം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ അംഗഹീനരായവർ പലപ്പോഴും കർത്താവെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അത്ഭുതകരമായ കാഴ്ചകൾ കാണുമ്പോൾ യാതൊരു കുഴപ്പവുമില്ലാത്ത എല്ലാവിധ അനുഗ്രഹങ്ങളും സമൃദ്ധിയും ഒക്കെ ലഭിച്ചിട്ടുള്ളതായ ഞങ്ങൾ കർത്താവെ പലപ്പോഴും അവിടുത്തെ സന്നിധിയിലെടുത്തു വരുവാനോ, അങ്ങേ ആരാധിക്കുവാനോ, അങ്ങേക്ക് നന്ദി പറയുവാനോ സാധിക്കാതെ ഇരിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ വലിയ കുറവായിട്ട് ഇന്ന് രാവിലെ ഞങ്ങൾ കാണുകയാണ്. ദാവീദ് രാജാവിനോട് ചേർന്ന് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്ന് പറയുവാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭവത്തിലും സങ്കടത്തിൻ്റെ അനുഭവത്തിലും നിരാശയിലും ബുദ്ധിമുട്ടിലും ഞെരുക്കങ്ങളിലും എല്ലാം കർത്താവെ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പരിമിതികളെക്കാൾ ഉപരിയായി അവിടുന്ന് നൽകി തന്നിട്ടുള്ളതായ
നന്മകളും അനുഗ്രഹങ്ങളും കാണുവാൻ, അവിടുത്തേക്ക് നന്ദി പറയുവാൻ ഞങ്ങളെ സഹായിക്കണം. ഏറ്റവും വലിയ നന്മ അവിടുത്തെ പുത്രനിലൂടെ അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുത്തു എന്നുള്ളതായ ഏറ്റവും വിലയേറിയതായ ആ അനുഗ്രഹം കാണുവാൻ ഞങ്ങളെ ഇടയാക്കണമേ കർത്താവേ. രാവിലെ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ, സഹായിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം സുരക്ഷിതരായി ജീവിപ്പാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.